ഈസി ഡെഫിനേഷൻ. എനിക്ക് തോന്നുന്നു ഇതുവരെ റിലീസായതിൽ ഏറ്റവും ബ്രൂട്ടസ് മൂവി ആയിരിക്കും. പഴക്കാവുന്ന മൂവി ആദ്യമായിട്ട് റീമാസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത് മാസ്റ്റേഴ്സ് അക്കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിൻ്റെ മികവെന്ന് പറയുന്നത് ഇന്നിപ്പോൾ റീമാസ്റ്റർ ചെയ്യുമ്പോഴും അതിൻ്റെ യാതൊരു ആസ്വാദികത അതൊരു കുറവ് വരുന്നില്ല. ഭയങ്കര ഫ്രഷ് ആയിട്ടും ഭയങ്കര റെലവൻ്റ് ആയിട്ടും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്നു എല്ലാവരുടെയും വർക്ക്. ഇങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള ഒരു ചിത്രീകരണം നടത്തിയെന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ വീഡിയോ. ഞാൻ ആക്ച്വലി ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു സിനിമ അതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം അറിയുന്നതാണ് ഇതിനെക്കുറിച്ച് അറിയുന്നു വിലയിരുത്താനും ഈ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്നതിന് തന്നെ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. ഇങ്ങനത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും മുമ്പ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് റിലീസായ സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഒരു ഭയങ്കര സറിയല്ല, ഭയങ്കര അൺറിയല്ല. സുരേഷ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ സമയത്ത് ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ? ഇവിടുത്തെ അച്ഛനേക്കാളും അന്നത്തെ കഥകളും അന്ന് നടന്നിരുന്ന ഇവരുടെ സൗഹൃദങ്ങളൊക്കെ പറ്റി നമുക്കാണ് എടുത്ത് സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് ജസ്റ്റ് ഒരു ബേസിക് ഒരു അറിവുണ്ട്. അവരുടെ ഓരോ പഴയ സിനിമകളും ടി വിയിലായാലും ഇങ്ങനെ റിലീസ് വന്നിട്ട് കാണുമ്പോഴായാലും നമുക്ക് ഈ പറഞ്ഞ കഥകളായിട്ട് വെച്ച് റിലേറ്റ് ചെയ്ത് എനിക്ക് അന്നത്തെ സന്ദർഭത്തിന് ഒരു ഫൈറ്റ് സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോൺടാക്റ്റിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിളാണ്. ആ ഒരു അവസ്ഥ തന്നെ അന്നത്തെ അവരുടെ ആ ഒരു സൗഹൃദത്തിനെ ഭയങ്കരമായിട്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ ശേഷം നമ്മൾ ബിഗ് സ്റ്റാർസ് ഒരുമിച്ച് അഭിനയിക്കുമ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു ബോഡി ടു ബോഡി കോൺടാക്റ്റും ഒക്കെ തന്നെ വളരെ കൺട്രോൾഡായിട്ടും ഫാൻസിൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ശേഖരിക്കുക, അതിനെ കൊറിയോഗ്രാഫ് ചെയ്യുന്നതൊക്കെ. പക്ഷെ അന്നത്തെ ഒരു ഇങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ സിനിമയിൽ. എല്ലാ പഴയ സിനിമകളിലും അത് കാണാനായിട്ട് സാധിക്കാം. അച്ഛൻ കാണാൻ ചാൻസ് ഉണ്ടോ സിനിമ? നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലൂടെ നമ്മൾ ഇത്ര നാൾ പഴയതാണെന്നുള്ളൊരു ഫീല് തോന്നാതെ തന്നെ നമുക്ക് കളരിപ്പയറ്റിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ നിങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ടോ സിനിമ തിയേറ്ററിൽ? ഇപ്പോൾ അറിയില്ല, ഞാൻ വേറെ പരിപാടിയായിട്ട് തനിയായിട്ട് നടക്കുക. അച്ഛൻ്റെ പരിപാടിയായിട്ട് പോകുന്നുണ്ട്. അതിനെപ്പറ്റി ഞാനും അച്ഛൻ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ഛൻ വരാൻ സാധിച്ചില്ല. ഡൽഹിയിലായിരുന്നു. അച്ഛൻ കാണാൻ ആഗ്രഹം ഉണ്ടാവും ഡെഫിനറ്റ്ലി. നമുക്ക് ഫീൽ ചെയ്തത് തന്നെ അവർക്കും ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കുമല്ലോ. അന്നത്തെ സാങ്കേതിക വിദ്യ ഇത്രയും മാറിയിരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഈ സിനിമ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അച്ഛനും ആഗ്രഹം കാണും. എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛൻ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. താങ്ക് യു.